ഷൈനയുടെയും 2 കുഞ്ഞുങ്ങളുടെയും അതിദാരുണമായ മരണത്തിനകത്ത് സമൂഹത്തിൻ്റെ നീതിബോധത്തെ ഉണർത്തിക്കൊണ്ട് ഹാർഡ് ഫാർമർ എന്ന യൂട്യൂബ് ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ വളരെയധികം അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 1-ാം തീയതി മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ അവിടുത്തെ VHP പ്രവർത്തകർ ആക്രമിച്ചു ഒരു സംഭവം. അത് വളരെ ശക്തമായിട്ട് എല്ലായിടത്തു നിന്നും പ്രതിഷേധമുണ്ടാകുന്നു. പ്രത്യേകിച്ച് CBC കാത്തലിക് ബിഷപ്പ് കൗൺസിൽ അതിശക്തമായിട്ട് അതിനെ അപലപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MP അദ്ദേഹം പാർലമെൻറ്റിൽ പോലും ആ വിഷയം അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ അതിശക്തമായിട്ട് അതിനെ അപലപിച്ചിരിക്കുന്നു. അതുപോലെ പല സംഘടനകളും ഈ കാര്യത്തെ അതിശക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട്. പ്രതികരിക്കേണ്ടത് തന്നെയാണ്. ആ കാര്യത്തിനകത്തൊന്നും ഒരു കുറ്റവും പറയുന്നില്ല. കുറ്റമല്ല, അത് ഇനിയും പ്രതികരിച്ചു കൊണ്ടേ തന്നെ ഇരിക്കണം. പക്ഷേ ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ക്രിസ്തീയ സഭയിലെ 3 ജീവനുകളാണ് അതിദാരുണമായിട്ട് ആ കോട്ടയത്ത് ട്രെയിനിൻ്റെ മുന്നിൽ ഇല്ലാതാക്കപ്പെട്ടത്. അതിൻ്റെ പിന്നിൽ പ്രതികളായിട്ടുള്ളവരിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്രിസ്തീയ പുരോഹിതനാണെന്നുള്ളത് ഈ പൊതുസമൂഹത്തിനും ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കും എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ബോബി ചേരിയിൽ എന്ന ഒരു ക്രിസ്തീയ പുരോഹിത വേഷമണിഞ്ഞ ഒരു നികൃഷ്ട ജീവിയാണ് അതിലെ യഥാർത്ഥ 1-ാം പ്രതി. നിയമവ്യവസ്ഥ പോലും കണ്ടെത്തിയിരിക്കുന്ന അതിലെ 1-ാം പ്രതിയായിട്ടുള്ള ഷൈനയുടെ ഭർത്താവ് വെറും 28 ദിവസം മാത്രം ജയിലിൽ കിടന്നിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഈ സമൂഹം ഈ സംഭവത്തെ നോക്കിക്കാണുമ്പോൾ ഇവിടെ എവിടെയാണ് നീതി വരുന്നത്? നീതി നടപ്പാക്കി എന്ന് സമൂഹത്തിനും തോന്നണം എന്ന് പോലും കൂടെയാണ് ഈ നീതിന്യായ വ്യവസ്ഥയെപ്പറ്റി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലും നീതിന്യായ വ്യവസ്ഥയിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ എവിടെയാണ് നീതി നടപ്പാക്കി? ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയ സമുദായത്തിൽ, ഇവിടെ ക്രിസ്ത്യാനി എന്ന മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കേണ്ടതില്ല, പക്ഷേ എങ്കിൽ പോലും ഇതെടുത്തു പറയാൻ കാരണം ഈ ക്രിസ്തീയ സമുദായത്തിലെ 3 ജീവനുകളെ അതിദാരുണമായ രീതിയിൽ ഈ ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കാൻ പ്രവർത്തിച്ച, അല്ലെ അതിൻ്റെ പിന്നിൽ പ്രതികളാക്കപ്പെട്ട വ്യക്തികൾക്കെതിരെ ശക്തമായ നടപടി, നിയമ നടപടി, സാമൂഹ്യ നടപടി എടുക്കണമെന്ന് ഈ പറയപ്പെട്ട ഒരു നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും എന്തുകൊണ്ടൊരു പ്രസ്താവന ഇറങ്ങുന്നില്ല? CBCയുടെ ഭാഗത്തു നിന്നും എന്തുകൊണ്ടൊരു പ്രസ്താവന ഇറങ്ങുന്നില്ല? KCBCയുടെ ഭാഗത്തു നിന്നും എന്തുകൊണ്ടൊരു പ്രസ്താവന ഇറങ്ങുന്നില്ല? അതുപോലെ തന്നെ ഈ പുരോഹിതൻ ഉൾപ്പെട്ട ജ്ഞാനായ സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും എന്തുകൊണ്ടൊരു പ്രസ്താവന ഇറങ്ങുന്നില്ല? ഈ പുരോഹിതൻ ഇന്നും ഒളിവിലാണല്ലോ. ഈ പുരോഹിതനെ എന്തുകൊണ്ട് കണ്ടെത്തണം എന്നുകൊണ്ട് പറയുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രതികളാക്കപ്പെട്ട മറ്റ് എല്ലാ വ്യക്തികളും, ഇപ്പോൾ ഷൈനയുടെ ഭർത്താവായ നോബി മാത്രമാണോ അതിനകത്തൊരു പ്രതിയാക്കപ്പെട്ട് ജയിലിൽ 28 ദിവസം കിടന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടി പുറത്തിറങ്ങി? അതുപോലെ തന്നെ ഇവരുടെ അപ്പൻ, അമ്മ, ഇവരെല്ലാം അതിനകത്ത് പ്രതികളല്ലേ? ഇവരെ ആരെയും ഇതിനകത്ത് ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ ഭരണ നിയമ സംവിധാനം എന്തുകൊണ്ട് ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നൊരു ചോദ്യം ഈ പൊതുസമൂഹത്തിൽ ഉയർന്നു നിൽക്കുകയല്ലേ? നമ്മുടെ മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രിസ്ത്യൻ പുരോഹിതൻ ആക്രമിക്കപ്പെട്ടത് വളരെ തെറ്റായൊരു കാര്യം തന്നെയാണ്. അതിനെ അപലപിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ 10 ഇരട്ടിയെങ്കിലും ഗൗരവമുള്ള ഒരു സംഭവമല്ലേ ഈ 3 ജീവനുകൾ ഈ ഭൂമുഖത്തു നിന്നും ഇല്ലാതാകാൻ പ്രവർത്തിച്ച, അല്ലെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ളവർ. അപ്പോൾ അതിനെതിരെ കൂടി അതിശക്തമായ പ്രതിഷേധം ഉണ്ടാവേണ്ടതല്ലേ? എന്തുകൊണ്ട് അതങ്ങനെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ നീതിബോധത്തെ നമ്മൾ ഒന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. ആ മരണപ്പെട്ടു പോയവർക്ക് നീതി എന്നുള്ളത് ഇനി ഇല്ല എങ്കിൽ പോലും കൂടെ പൊതുസമൂഹത്തിൽ അത്തരം കാര്യങ്ങൾക്ക് നീതി ഉണ്ടാകുന്നു എന്നൊരു തോന്നൽ എങ്കിലും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഇതിന് പ്രതികളായ എല്ലാവരെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അത് ശക്തമായ നിയമ നടപടി, ശിക്ഷാ നടപടി ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.